നമസ്കാരം. എൻ വിജയനെ അനുകൂലിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിജയൻ ആത്മഹത്യ ചെയ്തതല്ല, കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകമാണ് എന്നുള്ള രീതിയിലാണ് സുരേന്ദ്രൻ പറയുന്നത്. സത്യത്തിൽ സുരേന്ദ്രൻ്റെ ആ ഒരു പ്രസ്താവനയോട് നമുക്കൊരു പക്ഷേ യോജിച്ച് നിൽക്കേണ്ടി വരും. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറുപടി പറയേണ്ടതുണ്ട്. അവരെ കൂടി കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ മൊഴിയും രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള രീതിയിലാണ് സുരേന്ദ്രൻ പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതിലൊരു വാസ്തവമുണ്ട്. ഒരു വലിയ പ്രശ്നത്തെ, അവിടുത്തെ അർബൻ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആ ഒരു അഴിമതിയെക്കുറിച്ച് വളരെ വ്യക്തമായി അവിടുത്തെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ കുറ്റക്കാരാണ് എന്ന് പറയുന്ന തരത്തിലുള്ള കത്താണ് അദ്ദേഹം പുറത്തുവിട്ടത്. ഇത് KPCC അധ്യക്ഷനും അയച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും ഇതിൻ്റെ ഒരു കോപ്പി അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എവിടെയൊക്കെ തൻ്റെ കത്ത് എത്തിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ തന്നെ കത്ത് കൊടുത്തുവിടും. അതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളോട് നമുക്ക് യോജിക്കേണ്ടത്. ഇതൊരു സൂയിസൈഡ് അല്ല, അതായത് ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകം തന്നെയാണ്. പാർട്ടിക്കാർ തന്നെ, കോൺഗ്രസ്സുകാർ തന്നെ NM വിജയൻ്റെ മരണത്തിന് കാരണക്കാരായി മാറി. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ ചർച്ച ചെയ്ത പോലെ ഇവിടെ നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ച PP ദിവ്യ നടത്തിയതൊരു ചെറിയ പ്രസംഗം മാത്രമായിരുന്നുവെങ്കിൽ NM വിജയൻ എന്ന് പറയുന്ന ആ ജില്ലാ ട്രഷററുടെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചത് അത്രയും കാലം 40 വർഷക്കാലം താൻ കൊണ്ടു നടന്ന ഒരു രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ മേലേറ്റ കറുത്ത പാട് തന്നെയാണ്. അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ച സമ്പാദ്യങ്ങളെല്ലാം തന്നെ പാർട്ടിയിലുണ്ടായിരുന്ന IC ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ കാണിച്ച കെടുകാര്യസ്ഥതയ്ക്ക്, താൻപോരിമയ്ക്ക് അല്ലെങ്കിൽ സ്വജനപക്ഷപാതിത്വത്തിന് വേണ്ടിയിട്ട് നശിപ്പിക്കേണ്ടി വന്നതിൻ്റെ മനസ്താപം. 32 ലക്ഷം രൂപയ്ക്ക് സഹകരണ ബാങ്കിൽ സ്വന്തം വീടും കിടപ്പാടവും പുരയിടവും കൊണ്ടുവന്ന് വയ്ക്കുന്നു. അതിപ്പോൾ 65 ലക്ഷത്തോളം ആയി നിൽക്കുന്നു കടം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തനിക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. ആരാണ് അദ്ദേഹത്തെ ഇത്രയും വലിയ കടക്കാരനാക്കിയത്? പാർട്ടി തന്നെയാണ്. പാർട്ടി കാണിച്ചു കൂട്ടിയ, കോൺഗ്രസ് പാർട്ടി കാണിച്ചു കൂട്ടിയ നെറികേടിൻ്റെ അങ്ങേ അറ്റത്തെ ഉദാഹരണമാണ് പാവം പിടിച്ച NM വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ. എന്നിട്ടിപ്പോൾ കോൺഗ്രസ് പാർട്ടി നിഷ്കരണം തള്ളിക്കളയുകയാണെന്ന് ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും തള്ളിക്കളയുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഈ പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു, ഒരു അന്തവും കുന്തവും ഇല്ലാത്തവരാണ് അവരുടെ കുടുംബക്കാർ എന്നാണ് പറയുന്നത്. കുടുംബത്തെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. ഏകദേശം ഒരു അരനൂറ്റാണ്ട് കാലത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനായിരുന്നു, അവിടുത്തെ ജില്ലാ ട്രഷററായിരുന്ന ഒരു മനുഷ്യൻ്റെ കുടുംബത്തെ അധിക്ഷേപിക്കുകയാണ് സത്യത്തിൽ കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് ചെയ്യുന്നത്. ഇങ്ങനെയാണോ മരിച്ചുപോയ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് എങ്ങനെയായിക്കോട്ടെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബത്തെക്കുറിച്ച് പരാമർശിക്കേണ്ടത്? അല്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പോലും പാടില്ല. VD സതീശൻ എന്താ പറഞ്ഞേ? ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണല്ലോ VD സതീശൻ. എന്താ പറഞ്ഞേ? അതിനകത്ത് വ്യക്തതയില്ലത്രേ. അതായത് ആ എഴുതി വെച്ച കുറിപ്പിനുള്ളിൽ വ്യക്തതയില്ല, പലതും അതിനകത്ത് രാഷ്ട്രീയം കാണുന്നില്ല. അതായത് കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, ചില വ്യക്തികളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എങ്കിൽ ശരി, ഈ വ്യക്തികളെല്ലാം രാഷ്ട്രീയക്കാരല്ല എന്ന് തെളിയിക്കാൻ VD സതീശന് കഴിയുമോ? IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് അവിടുത്തെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ സുൽത്താൻ ബത്തേരി MLA അല്ല എന്ന് നിങ്ങൾക്ക് വാദിക്കാൻ കഴിയുമോ? അതുകൊണ്ട് പാർട്ടി ഇതിനകത്ത് ഇടപെട്ടിട്ട് കാര്യമില്ല, ഒരു വ്യക്തികൾക്കെതിരെയാണെന്ന്. എന്നിട്ട് പറയുകയാണ് IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിനെ ഞങ്ങൾക്ക് ഏറെക്കാലമായി ചിരപരിചിതനായ നേതാവാണ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് IC ബാലകൃഷ്ണനെ വെള്ളപൂശാനുള്ള ശ്രമവും ഈ പറയുന്ന VD സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. രമേശ് ചെന്നിത്തലയിലും മാറ്റമൊന്നുമില്ല. രമേശ് ചെന്നിത്തലയും ആത്മഹത്യാക്കുറിപ്പ് വ്യാജമാണ് എന്ന് പറയുന്ന ഒരു ആരോപണത്തിലാണ് രമേശ് ചെന്നിത്തല ഉറച്ചു നിൽക്കുന്നത്. സ്വന്തം പാർട്ടിയിലുള്ള ഒരു നേതാവിന് നേരിട്ട ഒരു ദുരനുഭവം, ആ ദുരനുഭവത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിലുള്ള മുതിർന്ന നേതാക്കളെല്ലാം ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ കെ സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു, അവരുടെ കുടുംബക്കാരെ ആക്ഷേപിക്കുന്നു, ആ മരിച്ചുപോയ ആ മനുഷ്യനെ ആക്ഷേപിക്കുന്നു, അതിനകത്ത് വ്യക്തതയില്ല എന്ന് പറയുന്നു. ആത്മഹത്യാക്കുറിപ്പ് വ്യാജമാണ് എന്ന് പറയുന്ന രമേശ് ചെന്നിത്തല. അപ്പോൾ ഇതൊക്കെ എന്ത് ന്യായമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ മരിച്ചുപോയ ഒരാളെക്കുറിച്ച്, ആത്മഹത്യ ചെയ്ത ഒരാളെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ വഴികൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് സംഭവിച്ചത്, ആരൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇതിനകത്ത് പണം പോയിട്ടുണ്ടാവുക, ആരൊക്കെയാണ് കൈക്കൂലി വാങ്ങിയത്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി ആ കത്തിൽ പരാമർശമുണ്ടെന്നേ.
എന്നിട്ട് പോലും ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും താറടിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ നടത്തുന്ന വ്യഗ്രതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞിരിക്കണം. ഇത് പോലീസ് കേസെടുക്കരുത്, ഞങ്ങളുടെ ഉപസമിതി അന്വേഷിക്കുന്നു. ഇപ്പോൾ തിരുവഞ്ചൂർ അധ്യക്ഷനായ ഇതിൻ്റെ KPCCയുടെ സമിതി ഇപ്പോൾ അന്വേഷണത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. അന്വേഷണം നടത്തുമവർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കുറിച്ച് നമുക്കറിയാം. ഒരു തവണ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ ഒരു സമിതിയെ നിയോഗിച്ച് അവിടോട്ട് അയച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെട്ടിപ്പൊക്കിയ ഒരു ആകാശപാത ഇപ്പോഴും തുരുമ്പെടുത്ത് നയിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടയം ടൗണിൽ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കൊണ്ട് വേറെ എന്തെങ്കിലും പ്രയോജനം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അപ്പോൾ എന്ത് ക്വാളിറ്റിയുടെ പുറത്താണ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ പോലീസ് സംവിധാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ തന്നെ കോൺഗ്രസ്സുകാർ തന്നെ പോലീസും കോടതിയും ഒക്കെ ആയി മാറി അവിടെ ശിക്ഷ വിധിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു മുൻവിധിയുണ്ട്. IC ബാലകൃഷ്ണൻ തെറ്റ് ചെയ്യില്ല എന്നൊരു മുൻവിധിയുണ്ട് അവിടെ. അപ്പോൾ ഈ അന്വേഷണം, ഈ മുൻവിധിയുടെ പുറത്ത് നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണം ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? നേരത്തെ ഉണ്ടായിട്ടുണ്ട്. PK ശശി എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ ഒരു ആരോപണം, ഇവിടെ ഒരു സ്ത്രീ പീഡന കേസ് വന്നപ്പോൾ അന്ന് ഇടതുപക്ഷക്കാരെല്ലാം കൂടെ CPM-കാരെല്ലാം കൂടെ പറഞ്ഞത് എന്താണെന്ന് അറിയൂ? അദ്ദേഹത്തിന് അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞു. തീവ്രത കുറഞ്ഞ പീഡനം, അങ്ങനെ പുതിയൊരു പീഡനത്തിൻ്റെ തീവ്രത അളക്കുന്നതിനുള്ള മെഷീൻ വരെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇടതുപക്ഷക്കാർ, CPM-കാർ. അപ്പോൾ ഇനിയിപ്പോൾ ഇവരും ഇങ്ങനെ പലതും കണ്ടുപിടിക്കേണ്ടി വരും. ഇവർ സമിതിയെ നിയോഗിക്കുന്നു. ഇവിടെ ഒരു സമിതിയെ നിയോഗിച്ചായിരുന്നല്ലോ തൃശ്ശൂർ. എന്തുകൊണ്ട് K മുരളീധരൻ പരാജയപ്പെട്ടു? ആ സമിതിയുടെ റിപ്പോർട്ട് എന്ത് തേങ്ങയായിരുന്നു? ആ റിപ്പോർട്ട് അംഗീകരിച്ചു കൊടുക്കാൻ K മുരളീധരന് പോലും കഴിഞ്ഞിട്ടില്ല. അതായത് അവിടെ തോറ്റ് നിന്ന സ്ഥാനാർത്ഥിക്ക് പോലും ഈ KPCCയുടെ അന്വേഷണ സമിതി നടത്തിയ എന്തുകൊണ്ട് തോറ്റു, അതിനുള്ള റിപ്പോർട്ട് അംഗീകരിക്കാൻ പോലും കൊള്ളാത്തതാണ് എന്ന് K മുരളീധരൻ തന്നെ വ്യക്തമാക്കിയതല്ലേ. അപ്പോൾ എന്ത് സമിതിയാണ്? ഇനിയിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊണ്ടുവരുന്ന റിപ്പോർട്ടിനെ നിങ്ങൾ പച്ചവെള്ളം തൊടാതെ, വെള്ളം തൊടാതെ, തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ട് പറയും IC ബാലകൃഷ്ണൻ ഇതിനകത്തൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തത് മുഴുവൻ ഈ പറയുന്ന NM വിജയനാണ്, NM വിജയൻ്റെ തെറ്റാണ് എല്ലാം. NM വിജയൻ വ്യാജമായി, അല്ലെങ്കിൽ ആ കുടുംബക്കാർ വ്യാജമായി നിർമ്മിച്ചതാണ് ആ ഒരു ആത്മഹത്യാക്കുറിപ്പ് എന്ന് വരെ വേണമെങ്കിലും വളച്ചൊടിക്കാം. ഇപ്പോൾ എന്തായാലും പോലീസ് അതിന് കേസെടുത്തിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ട് മിക്കവാറും അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് കത്ത് വിധേയമാക്കാൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ 6 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം എന്തിന് കേസെടുത്തു? ഇനി വരാൻ പോവുകയാണ് നിരവധി ആരോപണങ്ങളും നിരവധി അന്വേഷണങ്ങളും വരണം ഇതിൻ്റെ പുറത്ത്. PP ദിവ്യ എന്ന് പറയുന്ന നേതാവിനെ ഇവിടെ നിർത്തിപ്പൊരിച്ച ആൾക്കാരാണ് നമ്മൾ, ഞാൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ. കാര്യം എന്താണ്? അവിടെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചെയ്തു. കോടതിയിൽ പോലും അത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് PP ദിവ്യ ഉപയോഗിച്ച വാക്കുകളാണ്, പ്രസംഗമാണ്. ആത്മഹത്യയാണെങ്കിൽ മാത്രം പ്രസംഗമാണ് എന്നുള്ള വിവരം നമ്മൾ കൃത്യമായി എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് ഈ ഒരു വാർത്ത ഇത്ര കാലം പുറത്തു വരാതെ മൂടിക്കിടന്നത്? എന്തുകൊണ്ടാണ്? ഈ കത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ആ ഒരു നീതിയാണ് നടപ്പിലാക്കേണ്ടതെങ്കിൽ, ആ ഒരു നീതിയാണ് നടപ്പാകേണ്ടതെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ പറയുന്ന IC ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ കുറ്റക്കാരാണ് എന്ന് എന്തുകൊണ്ട് വിധിയെഴുതുന്നില്ല? അപ്പോൾ ഇതിനകത്ത് വേണ്ടത് കൃത്യമായൊരു അന്വേഷണമാണ്. അപ്പോൾ K സുരേന്ദ്രൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെത് ആത്മഹത്യയല്ല, കരുതിക്കൂട്ടിയുള്ള കൊലപാതകം തന്നെയായിരുന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരും. With effort and heart, we build dreams to see the world's light and shadows, to touch hearts and spark connections. A strong start helps every child succeed. Give your child the best foundation they deserve. Balavadi Global Preschool by Padashala. Explore yourself.